നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാന കാര്യാലയം സന്ദർശിച്ചത്. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ സർസംഘചാലക് മോഹൻ ജി ഭഗവത്തുമായി കൂടിക്കാഴ്ച നടത്തി, പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച്, നടത്തേണ്ട പൊതു പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ താഴേക്കിടയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, അസംഘടിതരുടെ ഇടയിൽ നടത്തേണ്ട പ്രവർത്തനം, കുട്ടികൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച്, സാംസ്കാരികമായ RSSന്റെ ഇടപെടലിനെ കുറിച്ച്, ആഗോളതലത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ച്, ആഗോള ഭീകരവാദത്തെക്കുറിച്ച്, ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, അതാണെന്ന് തോന്നുന്നു പ്രധാനമായി ചർച്ചാ വിഷയമായത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS മേധാവിയുമായും മറ്റ് നേതാക്കളുമായും സംസാരിച്ചു. അതിനു വേണ്ട നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഭാവിയിൽ ഉണ്ടായേക്കാം. എന്തായാലും അതിലെ സ്മൃതി മന്ദിരമുണ്ട്. RSSന്റെ മൺമറഞ്ഞ സ്വർഗീയരായ പരംപൂജനീയ ഗുരുജി, അതുപോലെ തന്നെ ഡോക്ടർ ജി തുടങ്ങിയ ആളുകളുടെ സ്മൃതി കുടീരങ്ങളും അവരുടെ ഓർമ്മകളും ഒക്കെ തന്നെ പേറുന്ന ആ ഒരു പ്രദേശവും ആ ഒരു പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ ആ സ്മൃതി കുടീരത്തിന് സമീപമുള്ള പുസ്തകത്തിൽ നരേന്ദ്രമോദി എഴുതി: ഹെഡ്ഗേവാർജിക്കും ഗുരുക്കന്മാർക്കും ആദരം, പ്രണാമം. അവരുടെ ഓർമ്മകൾ നിറയുന്ന ഈ സ്മാരക ക്ഷേത്രം എന്നെ ആവേശഭരിതനാക്കുന്നു. സംസ്കൃതി, ദേശീയത, സംഘടന എന്നിവയ്ക്ക് അർപ്പിച്ച ഈ വിശുദ്ധ ഭൂമി രാഷ്ട്രസേവയ്ക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്നു. നാഗ്പൂരിലെ ഹെഡ്ഗേവാർ സ്മൃതി മന്ദിരത്തിൽ ആണ് ഹിന്ദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കുറിപ്പ് എഴുതിയത്. ദേശീയ മാധ്യമങ്ങളടക്കം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. परम पूजनीय डॉक्टर जी और पूजनीय गुरुजी को ശത നമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്കൃതിയെ ഇതുവരെ എത്തിച്ചത്, നമ്മുടെ സംസ്കൃതി ശരിക്കും ലോക ജനതയുടെ തന്നെ സംസ്കൃതിയാക്കി മാറ്റിയത്, പലപ്പോഴും പല വാർത്തകളിലും പറഞ്ഞിട്ടുണ്ട്. വസുധൈവ കുടുംബക, ലോകം ഒരു കുടുംബമാണ് എന്ന ഭാരതത്തിന്റെ ആശയമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവിടുത്തെ മണ്ണിലേക്ക്, ഇവിടുത്തെ ജനങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് എത്തിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനവും അതിന്റെ ഏറ്റവും ധന്യരായ മഹാരഥന്മാരായ ഡോക്ടർ ജിയിൽ തുടങ്ങി, ഗുരുജിയിൽ തുടങ്ങി ഇപ്പോൾ മോഹൻ ജി ഭഗവത്തിൽ എത്തി നിൽക്കുന്ന മഹാപുരുഷന്മാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ മണ്ണാണ്, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ രക്തധമനികളിലൂടെ ഓടുന്ന രക്തമാണ് എന്ന് അതിശക്തമായ ആശയം, രാഷ്ട്രസ്നേഹത്തിന്റെ, രാഷ്ട്ര പുരോഗതിയുടെ ഏറ്റവും പരമമായ ആശയങ്ങളാണ് ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം കഴിഞ്ഞ 100 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സാംസ്കാരിക സംഘടന, ലോകത്തെ ഏറ്റവും വലിയ പൈതൃക സാംസ്കാരിക സംഘടന ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് സമ്പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞു. ഒരു 90% വിജയിച്ചു കഴിഞ്ഞു. ഇവിടെ ദുഷ്ടശക്തികളുണ്ട്, ഇവിടെ രാജ്യവിരോധികളും രാഷ്ട്ര ദുഷ്ടന്മാരുമുണ്ട്, രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, തീവ്രവാദ ആശയങ്ങൾ, മത തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുണ്ട്, ഇവിടെ ആളുകളെ കൊല്ലാൻ നടക്കുന്നവരുണ്ട്, ഇവിടെ രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുണ്ട്, ശ്രമിച്ചിട്ട് ചിരിച്ചുകൊണ്ട് കൈയും കെട്ടി നിൽക്കുന്നവരുണ്ട്, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചവരുണ്ട്, ജനങ്ങളിലേക്ക് തെറ്റായ ആശയങ്ങൾ കൊടുത്തവരുണ്ട്, കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചവരുണ്ട്. അങ്ങനെ രാജ്യത്തിന് എതിരെ നിൽക്കുന്നവർ ഇത്രയധികം ഉണ്ടായിട്ടും അവരെയൊക്കെ മറികടന്നുകൊണ്ട്, തൃണവത്കണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന ആശയം, രാഷ്ട്രപരം വൈഭവം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ, എല്ലാ ചരാചരങ്ങളിലും എത്തിക്കാൻ, വൃക്ഷലതാദികളിലും എത്തിക്കാൻ, ആകാശത്തിലും സമുദ്രത്തിലും എത്തിക്കാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്തരം ഒരു സംരംഭത്തിന് തുടക്കമിട്ടവരെ ഞാൻ നമിക്കുന്നു. അവർ പൂജനീയരാണ്, അവർ ഈശ്വരതുല്യരാണ്, അവരാണ് എനിക്ക് ശക്തി നൽകുന്നത്, അവരാണ് എന്നെ നയിക്കുന്നത്. അവരുടെ ഓർമ്മകളും അവരുടെ ചിന്തകളും അവരുടെ ആശയങ്ങളുമാണ് എന്റെ ശക്തി. എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കണം, ജീവിച്ച് മരിക്കണം. ഇനിയും എന്റെ രാജ്യത്തിനു വേണ്ടി എനിക്ക് ഹൃദയം തുറന്ന് ജനങ്ങളോട് ഇടപെടണം, അവരോട് ചേർന്ന് നിൽക്കണം, അവരെ ചേർത്ത് വെക്കണം. സ്ത്രീകളെയും കുട്ടികളെയും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തണം. ശാസ്ത്ര, വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ രംഗത്ത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് രാജ്യം കടന്നെത്തണം, രാഷ്ട്രമെത്തണം എന്ന ആശയം എനിക്ക് കിട്ടിയത് ഈ മഹാപ്രസ്ഥാനത്തിൽ നിന്നാണ് എന്ന് ഹൃദയത്തോട് കൈചേർത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. എതിർക്കുന്നവരുണ്ടാകാം, തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. അവരൊക്കെയാണ് തങ്ങളുടെ ശക്തി, തന്റെ ശക്തി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം RSS ആസ്ഥാനത്തെത്തി ആ കുറിപ്പ് എഴുതിയത്. അങ്ങ് എത്ര ധന്യനാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്,
PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.